നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മതിയായ ഫണ്ട് അനുവദിച്ചിട്ടും പണി പൂർത്തിയാക്കാൻ കഴിയാതെ ചന്ദ്രാപ്പനി പഴയ പോസ്റ്റ് ഓഫീസ് റോഡ്. കൊരട്ടിയിൽ അധ്യാപിക യാത്രയയപ്പ് യോഗത്തിൽ സംസാരിക്കുന്നതിനിടെ കുഴഞ്ഞു വീണു മരിച്ചു. എടത്തിരുത്തി സെന്റ് ആൻസ് സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപികമാരായ സിസ്റ്റർ റോസ്ലെറ്റ്, സിസ്റ്റർ പ്രസൂന എന്നിവർക്ക് യാത്രയയപ്പും നൽകി. വിശദമായ വാർത്തകളിലേക്ക്. മതിയായ ഫണ്ട് അനുവദിച്ചിട്ടും പണി പൂർത്തിയാക്കാൻ കഴിയാതെ ചന്ദ്രാപ്പനി പഴയ പോസ്റ്റ് ഓഫീസ് റോഡ്. ചന്ദ്രാപ്പിന്നി മുതൽ CV സെന്റർ വരെ 1.5 കിലോമീറ്റർ നീളമുള്ള റോഡാണ് പുതുവർഷത്തിലും യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നത്. റീടാറിംഗിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡിൽ നിറയെ മെറ്റലിട്ടതിനാൽ വാഹനയാത്രികരാണ് ഇപ്പോൾ ഏറെ ദുരിതത്തിലായത്. വാഹനങ്ങളുടെ ടയർ പൊട്ടുന്നതും പഞ്ചറാകുന്നതും മറ്റും പതിവായതോടെ മറ്റു റോഡുകൾ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. എടത്തിരുത്തി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് ചന്ദ്രാപ്പിന്നി CV സെന്റർ പഴയ പോസ്റ്റ് ഓഫീസ് റോഡ്. ചന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ, SN വിദ്യാഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, SRV UP സ്കൂൾ, മൃഗാശുപത്രി എന്നിവിടങ്ങളിലേക്ക് എത്താനുള്ള റോഡാണിത്. സ്കൂളുകളിലേക്ക് നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. വർഷങ്ങളായി കുണ്ടും കുഴിയുമായി തകർന്നു കിടന്നിരുന്ന റോഡിന് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 28 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് റീടാറിംഗ് നടത്താൻ അനുവദിച്ചത്. ജില്ലാ പഞ്ചായത്തിൻ്റെ 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 28 ലക്ഷം രൂപ വെച്ചിട്ട് അതിൻ്റെ റീടാറിംഗ് ആണ് പാസ്സായിരുന്നത്. എന്നാൽ ആ റീടാറിങ്ങിന് പാസ്സായി നിൽക്കുമ്പോൾ തന്നെ ജലജീവൻ മിഷൻ്റെ പദ്ധതിയുമായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള ഒരു കുടിവെള്ളം എല്ലാ സ്ഥലത്തേക്കും എത്തിക്കുന്ന ഒരു പദ്ധതി വന്നു. ആ പദ്ധതി വരികയും അത് ടെൻഡർ ചെയ്ത് നടപടികൾ പൂർത്തിയാക്കി പൈപ്പിടലുമായി ബന്ധപ്പെട്ട് കുറച്ച് അധികം സമയങ്ങൾ വന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ റോഡ് ആ ഫണ്ട് ഉപയോഗിച്ച് റീടാർ ചെയ്താൽ ഈ നടപടി പൂർത്തിയാക്കി റോഡ് വരുമ്പോഴേക്കും റോഡ് വെട്ടുന്ന സ്ഥിതി വരും എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ പ്രവർത്തനം റീടാറിങ് നിർത്തിവെച്ച് പൈപ്പിടുന്ന പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. മാത്രം അത് വെട്ടിയ ഭാഗം റീസ്റ്റോർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് റീടാർ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം കൂടി അതിലുണ്ട്. ടെൻഡർ നടപടികളും പൂർത്തിയാക്കി. ഇതിനിടയിലാണ് ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട പൈപ്പിടൽ ആരംഭിച്ചത്. ടാറിംഗ് നടത്തിയാൽ പൈപ്പിടുന്നതിനായി റോഡ് വീണ്ടും പൊളിക്കേണ്ടി വരുമെന്നതിനാൽ ടാറിംഗ് നടപടികൾ പിന്നെയും നീണ്ടു. പൈപ്പിട്ട ഭാഗങ്ങളിൽ റീസ്റ്റോറേഷൻ നടത്തുന്നതിനായി ജില്ലാ പഞ്ചായത്തിന്റെ അനുമതിയോടെ റീടാറിംഗിനായി അനുവദിച്ച തുക റിവൈസ് ചെയ്ത റീസ്റ്റോറേഷൻ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. റീടാറിംഗിനായി 22 ലക്ഷവും അപകടാവസ്ഥയിലായ 2 കലുങ്കുകൾ അറ്റകുറ്റപ്പണികൾക്കായി 6 ലക്ഷവും വെള്ളക്കെട്ട് രൂക്ഷമായ 120 മീറ്റർ ഭാഗം ടൈൽസ് വിരിക്കുന്നതിനും കോൺക്രീറ്റിങ്ങിനുമായി 10 ലക്ഷവും ഉൾപ്പെടെ 38 ലക്ഷം രൂപ പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിയന്തരമായിട്ട് വളരെ ശോച്യാവസ്ഥയിൽ വരുന്ന റോഡ് വന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫണ്ട് നമ്മൾ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പണം നമ്മൾ ഈ റോഡ് റീസ്റ്റോർ ചെയ്ത് നിരപ്പാക്കി ഓരോ പ്രദേശവും ലെവൽ ചെയ്ത് വെള്ളക്കെട്ടില്ലാത്ത രീതിയിൽ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി ആ ഫണ്ട് നമ്മൾ ഉപയോഗിച്ചു. റീടാർ ചെയ്യുന്നതിന് ഫണ്ട് വയ്ക്കണം. അത് പഞ്ചായത്തിൻ്റെ പദ്ധതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് റീടാറിന് വെക്കുന്നത്. 23 ലക്ഷം രൂപ അതിന് വയ്ക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് പ്രധാന പ്രശ്നമായി നിൽക്കുന്ന ആ റോഡിന്മേലുള്ള ഒരു പാലമുണ്ട്. അപ്പോൾ ആ പാലം പൊളിച്ചു പണിയണം. അതോടൊപ്പം തന്നെ അവിടെ നിന്നും കിഴക്കോട്ട് നീങ്ങിയിട്ട് ചെറിയ ഒരു ക്രോസ് റെയിനും കൂടി പണിയാനുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു 6 ലക്ഷം രൂപ വെച്ചു. ഇതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാറുകാരെയും ചുമതലപ്പെടുത്തി കഴിഞ്ഞു. ഘട്ടം ഘട്ടമായുള്ള നിർമ്മാണ പ്രവർത്തികളായതിനാൽ മാർച്ച് അവസാനത്തോടെ റീടാറിംഗ് നടത്താൻ കഴിയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു പറഞ്ഞു. കോൺക്രീറ്റ് ചെയ്യുന്നത് അതൊരു 40 മീറ്റർ ദൂരം അതിൻ്റെ കോൺക്രീറ്റിങ്ങും ഒരു 120 മീറ്റർ നീളം ആ ടൈലും കൂടി വിരിച്ച് കൊണ്ട് ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് നമ്മൾ വെച്ചു. പക്ഷേ ഇതെല്ലാം പൂർത്തീകരിക്കാതെ നമുക്ക് ആ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല. ഇപ്പോഴാണെങ്കിൽ നമ്മൾക്ക് റോഡിൻ്റേതായിട്ടുള്ള രജിസ്ട്രേഷൻ മറ്റു നടപടികളെല്ലാം പൂർത്തിയായി. ടാറിങ്ങിനുള്ള ടെൻഡർ അഗ്രിമെൻറ്റ് ഇപ്പോൾ പഞ്ചായത്ത് അടുത്ത കമ്മിറ്റി കഴിഞ്ഞാൽ അഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കും. അതിക്ക് മുന്നോടിയായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ വെച്ചിട്ടുള്ള ടൈലിടുന്നതും കോൺക്രീറ്റ് ചെയ്യുന്നതിനുള്ള പ്രവൃത്തി ഇപ്പോൾ 2-3 ദിവസത്തിനകത്ത് ആ 2 പോർഷനുകളിൽ നടക്കും. കൾവർട്ടും
ക്രോസ് റെയിനായിട്ടുള്ളതും നമുക്ക് പണിയാനുള്ളത് അത് സംവിധാനം കൂടി ഈ ജനുവരി ഫെബ്രുവരി മാസത്തോടുകൂടി അത് പണിയാം. അതിക്ക് മുന്നേ ആയിക്കൊണ്ട് തന്നെ അത് പണിയുന്നതിന് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതിക്ക് മുന്നേ ആയിട്ട് ബാക്കിയുള്ള ഭാഗം റീടാറിങ് നടത്തി നമുക്ക് ഭംഗിയാക്കാൻ കഴിയും. ചന്ദ്രാപിന്നി ശ്രീകുമാരമംഗലം സമുദായ ക്ഷേത്രത്തിലെ പൂയാഘോഷത്തിനും പെരുമ്പടപ്പ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ അമ്പ് തിരുനാളിന് മുൻപായി റോഡിന്റെ നവീകരണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കൊരട്ടിയിൽ അധ്യാപിക യാത്രയപ്പ് യോഗത്തിൽ സംസാരിക്കുന്നതിനിടെ കുഴഞ്ഞു വീണു മരിച്ചു. 41 വയസ്സുള്ള രമ്യ ജോസാണ് മരിച്ചത്. LFCHSSലെ +2 സയൻസ് ക്ലാസുകൾ അവസാനിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് നൽകിയ യാത്രയപ്പ് യോഗത്തിൽ പ്രസംഗിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ജീവിതത്തിൽ ശരിയും തെറ്റും സ്വയം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയണം. തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ആരും ചിലപ്പോൾ തിരുത്താനുണ്ടായേക്കില്ല. ജീവിതത്തിൽ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും കണ്ണീര് വീഴ്ത്താൻ ഇടവരുത്തരുത്. അവസാനമായി തനിക്ക് ഇക്കാര്യമാണ് പറയാനുള്ളത്. രമ്യ തന്റെ വിദ്യാർത്ഥികളോട് അവസാനമായി പറഞ്ഞ വാചകമായിരുന്നു ഇത്. പിന്നാലെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് അവർ കുഴഞ്ഞു വീണത്. പ്രസംഗം മുഴുമിപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. കുഴഞ്ഞു വീണ രമ്യയെ സഹപ്രവർത്തകർ സമീപത്തെ ദേവമാത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. 2012 മുതൽ +2 മാത്സ് അധ്യാപികയാണ് രമ്യ. കഴിഞ്ഞ വർഷം സ്കൂൾ വാർഷികാഘോഷത്തിനിടയിലും ഇവർ കുഴഞ്ഞു വീണിരുന്നു. അന്നു പക്ഷേ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയില്ല. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് 1 മണിക്ക് സ്കൂളിൽ പൊതുദർശനം. സംസ്കാരം വൈകിട്ട് 5-ന് നെടുമ്പാശ്ശേരി അകപ്പറമ്പ് പള്ളിയിൽ. ഹൈക്കോടതി അഭിഭാഷകൻ മരട് ചൊവ്വാറ്റുകുന്നേൽ ജോസ് മേരി ദമ്പതികളുടെ മകളാണ്. ഭർത്താവ് അങ്കമാലി വാപ്പാലശ്ശേരി പയ്യപ്പിള്ളി കൊളുവൻ ഫിനോബ്. മക്കൾ നേഹ, നോറ. എടത്തിരുത്തി സെന്റ് ആൻഡ് സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപികമാരായ സിസ്റ്റർ റോസ്ലെറ്റ്, സിസ്റ്റർ പ്രസൂന എന്നിവർക്ക് യാത്രയപ്പും നൽകി. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. 24 വർഷം ഈ സ്കൂളിൽ പ്രവർത്തിച്ച സിസ്റ്റർ പ്രസൂനയുടെ യാത്രയയപ്പ് സമ്മേളനം കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ സ്കൂള് ഈ നാടിൻ്റെ വലിയ ഒരു വെളിച്ചമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ അതിൻ്റെ ആനിവേഴ്സറി ചടങ്ങിൽ വിശിഷ്ടരായ 2 അധ്യാപകരുടെ യാത്രയപ്പ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ ഏറ്റവും ശക്തമായ മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. നമ്മുടെ സംസ്ഥാനം കൈവരിച്ച എല്ലാ നേട്ടങ്ങളുടെയും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുണ്ടായ എല്ലാ വളർച്ചയുടെയും അടിസ്ഥാനപരമായ ശക്തി നമ്മുടെ വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസത്തിന് കേരളം കൊടുത്ത, നമ്മുടെ സമൂഹം കൊടുത്ത ഊന്നൽ, ശ്രദ്ധ വളരെ വലുതാണ്. നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക നവോത്ഥാന രംഗത്ത് പ്രവർത്തിച്ച എല്ലാ നവോത്ഥാന നായകന്മാരും തിരിച്ചറിഞ്ഞ സത്യം, വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു സമൂഹത്തിന് പുരോഗതി കൈവരിക്കാൻ കഴിയുന്നതാണ്. ഡോക്ടർ സിസ്റ്റർ വിമല അധ്യക്ഷയായി. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ മുഖ്യ അതിഥിയായി. ഈ ഭരണം തിരിച്ചു വന്ന ശേഷം ഈ ഭരണത്തിന്റെ 1ാം ക്യാബിനറ്റിൽ എടുത്ത മഹത്തായ ഒരു തീരുമാനമാണ് നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര വിമുക്ത സംസ്ഥാനമാക്കാനുള്ള ഒരു തീരുമാനം. അതിനുശേഷം നടന്ന എല്ലാ മീറ്റിംഗ്സിൽ ഏറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ എല്ലാ ജില്ലാ കളക്ടർമാർക്കും നേരിട്ട് നൽകിയ ഒരു നിർദ്ദേശമാണ് പറ്റുന്ന മുറിക്ക് എത്ര പെട്ടെന്നാണെങ്കിൽ അത്ര പെട്ടെന്ന് അതാത് ജില്ലകളിലും അതിദാരിദ്ര്യ വിമുക്ത ജില്ല ആയിട്ട് മാറ്റണമാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിൽ തുടങ്ങിയ ഒരു പദ്ധതിയാണ് ടുഗദർ ഫോർ തൃശൂർ. പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഏറ്റവും ബഹുമാനപ്പെട്ട റവന്യൂ ഭവൻ നിർമ്മാണ വകുപ്പ് മന്ത്രിമായ ശ്രീ K. രാജൻ അവർകളാണ്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഏകദേശം 4243 അതിദാരിദ്ര്യ കുടുംബങ്ങൾക്ക് പിന്തുണ നൽകാൻ വേണ്ടിയുള്ള ഒരു നടപടികളാണ് നമ്മൾ സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാ സ്കൂൾസിനും ഒരു അഭ്യർത്ഥന നൽകിയിട്ടുണ്ട്. ഓരോ സ്കൂളിലും കുറച്ച് അതിദാരിദ്ര്യ കുടുംബങ്ങൾ ഏറ്റെടുക്കണമെന്നാണ്. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ഈ സ്കൂൾ 8-10 സ്കൂൾ അതിദാരിദ്ര്യ കുടുംബങ്ങൾ ഏറ്റെടുത്തതിന് ശേഷം ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തതും ആ സ്കൂളിൽ എല്ലാ മാസം 1ാം തിങ്കളാഴ്ച കമ്മ്യൂണിറ്റി സർവീസ് ഡേ ആയിട്ട് ആചരിക്കണം. അന്നത്തെ ദിവസം കുട്ടികൾ എല്ലാവരും ഒരു നിർബന്ധമില്ലാതെ വീട്ടിൽ നിന്നോ അറിയോ പണമോ അല്ലാതെ ഏതെങ്കിലും ഭക്ഷ്യസാധനങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു ബോക്സിൽ വെക്കും.
അങ്ങനെ കളക്ട് ചെയ്ത ഐറ്റംസ് ഡിവൈഡ് ചെയ്തിട്ട് ആ സ്കൂൾ ഏറ്റെടുത്ത 8-10 കുടുംബങ്ങൾക്ക് നേരിട്ട് നൽകണമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എടത്തിരുത്തി കർമ്മലനാഥ പള്ളി വികാരി ഡോക്ടർ പോളി പടയാട്ടി മുഖ്യപ്രഭാഷണം നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം.എസ്. നിഖിൽ, ചാവക്കാട് DEO സോണി ഇബ്രഹാം, വലപ്പാട് AEO M.A. മറിയം, പ്രധാനാധ്യാപിക റെമി, PTA പ്രസിഡന്റുമാരായ സെബിൻ ഫ്രാൻസിസ്, നെൽസൺ ഡേവിസ്, ലോക്കൽ മാനേജർ സിസ്റ്റർ മാരിയറ്റ്, മാതൃസംഗമം പ്രസിഡന്റ് അമ്പിളി പ്രിൻസ്, സ്റ്റാഫ് സെക്രട്ടറി CJ പ്രിയ, എലിസബത്ത് ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാ പഞ്ചായത്ത് 2023-24 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. 8.5 ലക്ഷത്തോളം രൂപ ചെലവിട്ട് ജനറൽ SC വിഭാഗങ്ങളിലായി 200 പേർക്കാണ് കട്ടിൽ വിതരണം ചെയ്തത്. KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ തന്നെ ഓരോ മേഖലയിലെയും ഓരോ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് സർക്കാർ ഓരോ പദ്ധതികൾ നടപ്പാക്കുന്നത്. നമ്മുടെ മാർഗരേഖയിൽ തന്നെ അത് സംബന്ധിച്ച് പറയുന്നുണ്ട്. വയോജനങ്ങൾക്ക് 5% ഫണ്ട് മാറ്റിവെക്കണം, വനിതകൾക്ക് 10%, അതുമാതിരി ഭിന്നശേഷിക്കാർക്ക് ഉൾപ്പെടെ സ്പെഷ്യലായി മാറ്റിവെച്ചുകൊണ്ടാണ് നമ്മുടെ പദ്ധതി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത്. നമ്മൾ 23-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ വയോജനങ്ങൾക്ക് കട്ടിൽ നൽകുന്നത്. SC ജനറൽ വിഭാഗങ്ങൾക്ക് ഇന്നിവിടെ 2 വിഭാഗത്തിനും നമ്മൾ കട്ടിൽ നൽകുന്നത്. പൂർണ്ണമായിട്ടും മുഴുവൻ അപേക്ഷകർക്കും ഇന്ന് നൽകുന്നില്ല, എല്ലാവർക്കും നൽകും. കാരണം നമുക്കിവിടെ ഇതൊക്കെ സ്റ്റോക്ക് ചെയ്യാനുള്ള സ്ഥലപരിമിതി, പരമാവധി സ്ഥലം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിപ്പോൾ 100 പേർക്ക് നൽകുന്നതിന് വേണ്ടി 80 പേര് ജനറൽ വിഭാഗത്തിനും 20 പേര് SC വിഭാഗത്തിനും നൽകുന്നതിനുള്ള സംവിധാനമാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M.S. നിഖിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ്, സാജിദ പുതിയ വീട്ടിൽ, AV ഗിരിജ, ഫാത്തിമ അഷ്റഫ്, അസിസ്റ്റന്റ് സെക്രട്ടറി MS. സുഹാസ് എന്നിവർ സംസാരിച്ചു. ഇടവേള.